പ്രിയം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹത്താൽ നമ്മളൊരു പുതിയ പഠന പദ്ധതിക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തുടക്കം കുറിക്കുകയാണ്. അടുത്ത മാസം ഈ ആഴ്ച കഴിഞ്ഞാൽ അടുത്ത 4-ാം തീയതി സൂറ ആൽ ഇമ്രാനിന്റെ വളരെ വിശദമായ ഒരു തഫ്സീർ പഠന ക്ലാസ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമ്മൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായി തഫ്സീർ പഠനത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ചും അതിന്റെ കാര്യ ഗൗരവത്തെക്കുറിച്ചും അതേപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഖുർആന്റെ തഫ്സീർ പഠിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും ഏതാനും ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് തഫ്സീർ എന്നുള്ളത്. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആശയങ്ങളും അങ്ങനെ തുടങ്ങി ഖുർആൻ സംബന്ധിയായ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്ന ഗ്രന്ഥങ്ങളെയാണ് സാധാരണയായി തഫ്സീർ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് അറിയപ്പെട്ട നിരവധി തഫ്സീർ ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കതെല്ലാം വായിക്കാനും പഠിക്കാനും ഒരുപക്ഷെ സാധിച്ചോണമെന്നില്ല. എന്നാൽ തന്നെയും അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴും തഫ്സീർ പഠനത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന ഉലമാക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പഠനം ഖുർആനുമായി ബന്ധപ്പെട്ട പഠനമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഉസ്മാൻ അള്ളാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉത്തമരായ ആളുകൾ അത് ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു വചനത്തിൽ കാണാം, ഇന്ന അഫ്ദലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലായ, ആദ്യം പറഞ്ഞ ഹദീസിൽ ഖൈറായ ഉത്തമരായ വിഭാഗമാണ്. രണ്ടാമത്തെ ഹദീസിൽ ശ്രേഷ്ഠരായ വിഭാഗം അത് ഖുർആൻ പഠിക്കുകയും അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ ഈ അസൂയ വെച്ച് പുറത്താൻ അസൂയൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ ചില അനുവദിക്കപ്പെട്ട അസൂയയിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് കിട്ടാൻ ആഗ്രഹിക്കുക. അങ്ങനെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കാം, അള്ളാഹു എനിക്ക് നീ സമ്പത്ത് നൽകിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരാൾ ആഗ്രഹിക്കുക. അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖോട് കൂടി ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും സാധിക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള താല്പര്യം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ആഗ്രഹം, ഇതും ഇസ്ലാം തീർച്ചയായിട്ടും അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു അസൂയയിൽപ്പെട്ടതാണ് ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് കിട്ടി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം എന്നുള്ളത്. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന വചനമാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. നിശ്ചയം അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് ചില അഹ്ലുകാരുണ്ട്, ചില സ്വന്തക്കാരുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് മൻഹും. പ്രവാചകരെ, ആരാണ് അള്ളാഹുവിന് ജനങ്ങളിൽ നിന്ന് സ്വന്തക്കാരായ ആളുകൾ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കൊടുത്ത ഉത്തരം, ഹും അഹ്ലുൽ ഖുർആൻ. അവര് ഖുർആനിന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വ ഖാസത്തുഹു. അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരുമാണ്. ഇമാം ഇബ്നു മാജ
റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പവിത്രതയും അതിന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഖുർആനിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആമുഖമായി പറയാൻ കാരണം, നമ്മൾ പഠിക്കുന്ന പഠനത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പഠനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അവനിൽ നിന്നുള്ള പ്രത്യേക ആശീർവാദവും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക അനുഗ്രഹങ്ങളും പ്രതിഫലം ലഭിക്കുന്ന വളരെ വലിയ ഒരു പുണ്യകരമായ അമലാണ്, ഒരു അമലു സ്വാലിഹാത്താണ് തീർച്ചയായിട്ടും ഖുർആൻ പഠനം എന്ന് പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കലും അത് പഠിക്കലും. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം അറിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനിവാര്യമാണ്. അത് നിർബന്ധമായ ഒരു സ്വരത്തിലാണ് പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് നമ്മെ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചത് കേവലം ഒരു പാരായണം എന്ന നിലയിലേക്ക് ജനങ്ങൾ എത്താൻ വേണ്ടിയല്ല. പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ഓരോ ഹർഫിനും 10ഉം അതിനിരട്ടിയും ഒക്കെ പ്രതിഫലമുണ്ട്. നമുക്കറിയാം, അലിഫ് ലാം മീം. അലിഫ് എന്നുള്ളത് ഒരു ഹർഫാണ്, ലാം എന്നുള്ളത് ഹർഫാണ്, മീം എന്നുള്ളത് ഒരു ഹർഫാണ്. അപ്പൊ ഓരോ ഹർഫിനും കിട്ടുന്ന പ്രതിഫലം വളരെ 10 മടങ്ങാണ്. അപ്പൊ ആ നിലയിൽ ഖുർആനിലെ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അത് കേവലം പാരായണത്തിന് മാത്രമല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ അവതരണം അത് പാരായണം ചെയ്യാനാണ്, ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്, പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാനുമാണ്. സൂറ സ്വാദിലെ 29-ാമത്തെ ആയത്തിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്നു അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ്. പ്രവാചക, താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമത്രേ ഈ വിശുദ്ധ ഖുർആൻ. ആ ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്, എന്തിനാണ് ഈ ഖുർആനിനെ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്? ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിന് വേണ്ടിയും ബുദ്ധിയുള്ള ആളുകൾ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയുമാണ്. അപ്പൊ ഖുർആനിലെ ആയത്തുകൾ അത് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമാണ്. നമ്മൾ ഈ ആയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഖുർആൻ മുബാറക്ക് എന്ന ഗ്രന്ഥമാണ് പറയുന്നത്, അതായത് അനുഗ്രഹീതമായൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല അതിലുണ്ട് ആയാത്തിഹി, ആ ഖുർആനിലുള്ള ആയത്തുകൾ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കണം, അതിലെ അറിവ് കണ്ടെത്തണം. കാരണം ഈ വാക്കർത്ഥം മാത്രം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് കേവലം അർത്ഥത്തിൽ മാത്രം ഒതുങ്ങിപ്പോവും. അതേപോലെ തന്നെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനത്തില് അതിന്റെ ആളുകൾ ഏർപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വേഗം ഓതിപ്പോകാൻ വേണ്ടിയല്ല നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം, മറിച്ച് ഖുർആനിലെ അർത്ഥങ്ങളും ആശയവും അതിനെക്കുറിച്ചുള്ള പഠനവും ഒക്കെ യഥാർത്ഥത്തിൽ നടത്തുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. മാത്രമല്ല ചിന്തിക്കാനുള്ള പ്രോത്സാഹനം വിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണുവാനും സാധിക്കും. അതേപോലെ തന്നെ ചിന്തിക്കാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കുന്നുണ്ട്. ഖുർആൻ പഠിക്കുന്നതിന് പ്രോത്സാഹനമുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒപ്പം ചിന്തിക്കാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആക്ഷേപ സ്വരത്തില് ഖുർആനില് പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഖുർആൻ ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ. സൂറ മുഹമ്മദിലെ 24-ാമത്തെ ആയത്താണ്. ആയത്തിന്റെ അർത്ഥം എന്താ? അപ്പോൾ അവര്
ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ, അതല്ല ഹൃദയങ്ങളുടെ മേൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയം തുറന്നു കിട്ടുകയുള്ളൂ. ഖുർആനിൽ പൂട്ടിട്ട് കഴിഞ്ഞാൽ, ഹൃദയത്തിന് പൂട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഇമാം ബൈളാവി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ, ആ തഫ്സീറിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, അറിവുകളിൽ ഇൽമുകളിൽ ഏറ്റവും ഉത്തമമായ അറിവ് തഫ്സീർ പഠനമാണെന്നാണ്. അറിവുകൾ പലതരത്തിലുള്ള അറിവുകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ പഠനം ആ തഫ്സീറിനെ കുറിച്ചുള്ള തഫ്സീർ പഠനമാണ്. അദ്ദേഹം പറയുന്നത് മതനിയമങ്ങള് അതിന്റെ സ്രോതസ്സുകളുടെ അടിത്തറയാണ്. മതനിയമങ്ങളുടെ സ്രോതസ്, അതിന്റെ അടിത്തറയാണ് എന്ത്? തഫ്സീർ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുള്ള നന്മകള് നമുക്കറിയാൻ സാധിക്കണമെങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ വിശദീകരിക്കുന്ന ഹലാലുകളെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആശയം, അതിന്റെ തഫ്സീർ പഠിക്കല് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഖുർആനിലെ ഹലാലുകൾ ഏതാണ്, ഹറാം ഏതാണ്, അതിലെ വിധി ഏതാണ്, അതിലെ വിലക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് മുൻഗാമികൾ അവർ സ്വീകരിച്ച മാർഗത്തെ സംബന്ധിച്ചാണ്. അവര് കേവലം ഖുർആന്റെ പദങ്ങള് അർത്ഥം പഠിച്ചു അങ്ങനെ മനസ്സിലാക്കി പോയവരല്ല. മറിച്ച് എന്താണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്ന സന്ദർഭത്തില് അവര് അതിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ, അവർക്ക് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ കാര്യങ്ങൾ എടുത്തതിന് ശേഷമാണ് അടുത്ത സൂറത്തുകള്, അടുത്ത ആയത്തുകള് അവർ പഠിക്കുമായിരുന്നുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റജുൽ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളായ സ്വഹാബിമാർ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇതാ തഅല്ലമ അശറായ, ഒരു 10 ആയത്ത്, 10 സൂറത്ത് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലം യുജാവിസുഹുന്ന ഹത്താ യഅറുഫുമ മആനിഹുന്ന വൽ അമലു ബിഹിന്ന, ഞങ്ങൾ 10 ആയത്തോ 10 സൂറത്തോ പഠിച്ചാല് അതിന്റെ ആശയം മനസ്സിലാക്കും. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആശയം മനസ്സിലാക്കും. എന്താണ് ഈ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് അതിന്റെ ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണത്തിലൂടെ ഈ സ്വഹാബിമാർ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. അതിനുശേഷമാണ് അടുത്ത സൂറത്തിലേക്ക് അവർ കടക്കുന്നത്. അപ്പോ നമുക്ക് ഈ വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10 ആയത്ത് അവർ പഠിച്ച് അത് മനസ്സിലാക്കി അതിന്റെ തഫ്സീർ, അതിന്റെ ആശയം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിയതിനു ശേഷമാണ് അവർ അടുത്ത ആയത്തിലേക്ക്, അടുത്ത സൂറത്തിലേക്ക് കടക്കുമായിരുന്നുള്ളൂ. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം മജ്മുഉൽ ഫത്താവയിൽ പറയുന്നത്, ഗണിതം, അതായത് കണക്ക്, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന ശാഖകൾ അതിന് വിശദീകരണം അറിയാതെ ഒരാളും വായിക്കുകയില്ല. അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ കണക്ക് ഒരാൾ പഠിക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ വിശദീകരണം പഠിക്കും. അതുപോലെ തന്നെ സയൻസ്, ഈ വൈദ്യം, ഇതൊക്കെ പഠിക്കുന്ന സന്ദർഭത്തില് കേവലം അക്ഷരങ്ങളിൽ മാത്രമല്ല അവർ പഠനം ഒതുക്കുന്നത്, മറിച്ച് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളെല്ലാം അവരിങ്ങനെ പഠിച്ചു പോകും. അപ്പോ ആളുകള് കണക്കും വൈദ്യശാസ്ത്രവും പഠിക്കുമ്പോൾ അതിന്റെ വിശദീകരണം മനസ്സിലാക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന് നിദാനമായി തീരുന്ന, നമ്മുടെ ഭൗതിക ജീവിതത്തിന് സഹായകമായി തീരുന്ന, ഇവിടെ വിജയിക്കാനും ഇവിടെ സന്തോഷിക്കാനും ഈ ദുനിയാവിൽ നല്ല ജീവിതം നയിക്കുവാനും, അതേപോലെ തന്നെ മരണപ്പെട്ട് ഖബറിൽ ചെന്ന് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിച്ച്
സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിക്കുന്ന മോചന ഗ്രന്ഥമായ അള്ളാഹുവിന്റെ കലാമ്, ആ കലാമുമായി ബന്ധപ്പെട്ട വിശദീകരണം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വളരെ മനോഹരമായി നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു പ്രസ്താവന. മാത്രമല്ല, നമ്മളിപ്പോ ഈ ഖുർആൻ പഠിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ ഖുർആനിന്റെ തഫ്സീർ പഠിക്കുമ്പോൾ പണ്ഡിതന്മാർക്കൊരു ബാധ്യതയുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? ഖുർആനിന്റെ അർത്ഥം, അതിന്റെ ശരിയായ മാന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ആശയം, അതിന്റെ തഫ്സീർ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ വിശദീകരിച്ച് കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ നിർബന്ധമായ ബാധ്യതയാണെന്ന് സൂറ ആൽ ഇമ്രാനിലെ 187 വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഖുർആൻ പറയുന്നു, വൈദ് അഖദല്ലാഹു മീസാഖല്ലദീന ഊതുൽ കിതാബ ലാ തുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു ഫനബദൂഹു വറാഅ ദുഹൂരിഹിം വഷ്തറൂ ബിഹി സമനൻ ഖലീല ഫബിഇസ മാ യഷ്തറൂൻ. ഇതിന്റെ അർത്ഥം, നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് സൂറ ആൽ ഇമ്രാൻ അടുത്ത ആഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ സൂറത്തിലുള്ള 187 ആയത്താണ് നമ്മളിവിടെ ഓതിയത്. ഈ ആയത്തിന്റെ അർത്ഥം, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട്, വേദഗ്രന്ഥം ആർക്കാണോ നൽകപ്പെട്ടത് അവരോട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും, കേവലം പാരായണം മാത്രമല്ല, വേദഗ്രന്ഥത്തിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം, അത് എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കണമെന്നും, നിങ്ങൾ മറച്ചു വെക്കരുതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയ കരാർ, ആ സന്ദർഭം നിങ്ങൾ ഓർക്കുക. അപ്പൊ ജനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ തന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിന്റെ അഹലുകാരുടെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അത് പറയാതെ അതൊരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. പക്ഷേ ആളുകൾ എന്ത് ചെയ്തു? അഹ്ലു കിതാബുകാർ എന്ത് ചെയ്തു? അവർ ചെയ്തത് ഫനബദൂഹു വറാഅ ദുഹൂരിഹിം വഷ്തറൂ ബിഹി സമനൻ ഖലീല ഫബിഇസ മാ യഷ്തറൂൻ. എന്നിട്ട് അവരെന്ത് ചെയ്തു? വേദഗ്രന്ഥം പുറകോട്ട് വലിച്ചെറിഞ്ഞു. എന്ന് പറഞ്ഞാല് അതിന്റെ ആശയം മനസ്സിലാക്കാതെ, അത് പഠിക്കാതെ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ അവർ ജീവിച്ചു. മാത്രമല്ല, തുച്ഛമായ വിലക്ക് അത് വിറ്റുകളയുകയുമാണ് അവർ ചെയ്തത്. അവർ വാങ്ങിയത്, അവർ പകരം വാങ്ങിയത് വളരെ ചീത്ത തന്നെ എന്ന് വിശുദ്ധ ഖുർആൻ ആളുകളെ കുറിച്ച് പറയുകയാണ്. അപ്പോ വേദഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം, അതിന്റെ ഉദ്ദേശവും ആ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുവാനും വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയതെന്നാണ് സൂറ ആൽ ഇമ്രാനിലെ 187 ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ആയത്തിലൂടെയും നമുക്ക് അറിയാൻ സാധിക്കേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് അത് കേവലം നമ്മൾ അങ്ങനെ പാരായണത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല, അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി പോകേണ്ടതല്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു, സ്വഹാബികള് താബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു, താബികള് താബികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവരിലൂടെ തഫ്സീറായി വിശദീകരണമായി കിട്ടിയ തഫ്സീർ ഗ്രന്ഥങ്ങളിലൂടെ പഠനം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ അറിയേണ്ടത്, ഒരാൾക്ക് അറബി ഭാഷ അറിയാമെന്ന് വിചാരിച്ചോ, എന്നാൽ അറബി ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് മാത്രം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അറബി വാക്കൊക്കെ അറിയാം, അതിന്റെ അർത്ഥവും അറിയാം. പക്ഷെ അറബി വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് ഒരാൾക്ക് പരിപൂർണമായിട്ടും വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഖുർആന്റെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാം ജിബ്രീൽ അലൈഹിസ്സലാം വഴി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ചതമ്പുരാൻ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ അർത്ഥം നമ്മളെ സംബന്ധിച്ചറിയാം, നമുക്കറിയാം അത് അറബി ഭാഷയിലാണ്, പ്രവാചകന്റെ ഭാഷ അറബിയിലാണ്. പക്ഷെ ആ ആയത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള്, അതിന്റെ വിശദീകരണം അത് പ്രവാചകർക്ക് ആദ്യമായി അറിയിച്ചു കൊടുത്തത് അള്ളാഹു
സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനിക്ക് വഹയുമായി ആയത്ത് ഇറക്കി കൊടുക്കുകയും അതിന്റെ വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രവാചകനിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തുകൾ ഇറക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്യുമായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ആയത്ത് ഇറക്കി സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ ആ ആയത്ത് വളരെ പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിയിൽ തന്റെ നാവ് ഇളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഈ ആയത്ത് പെട്ടെന്ന് പഠിക്കണം, അത് മനസ്സിലാക്കണം, അത് മറന്നുപോകാതിരിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവാചകൻ അങ്ങനെ നാവിട്ട് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ പ്രവാചക താങ്കള് അതിന് സാഹസപ്പെടേണ്ടതില്ല. കാരണം ആയത്ത് ഇറക്കി തരുന്നത് നമ്മുടെ കടമയാണ്. അതേപോലെ തന്നെയാണ് ആയത്ത് മനസ്സിൽ ഉറപ്പിച്ചു തരലും അത് നമ്മുടെ ബാധ്യതയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുള്ള ബാധ്യതയാണ്. പ്രവാചകൻ എന്താ ചെയ്യേണ്ടത്? ഓതി തരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, ലാ തുഹല്ലിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. നബിയെ, നീ അതിനെ, അതായത് ഖുർആൻ ഓതുന്നതിന് വേണ്ടി ധൃതി കൂട്ടാൻ വേണ്ടി നിന്റെ നാവിനെ നീ അതും കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിശ്ചയമായും നിന്റെ മനസ്സിൽ അതിനെ നാം സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? നാം അത് നിനക്ക് ഓതിത്തന്നാൽ നീ ആ ഓത്തിനെ പിൻപറ്റുകയും പിന്നീട് അത് പഠിപ്പിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ്. നമ്മളവിടെ ഒന്ന് മനസ്സിലാക്കണം. ആ ഖുർആനെ ഇറക്കിത്തരൽ നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ ആശയം മനസ്സിലാക്കി തരൽ നമ്മുടെ ബാധ്യതയാണ്. അത് പഠിപ്പിച്ചു തരലും നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഇറക്കി കൊടുക്കൽ മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തത്, മറിച്ച് അതിന്റെ ആശയം നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു തഫ്സീർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്ന ആ രീതിയെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യത. ഞാനിപ്പോ ഓതിയ ആയത്ത് സൂറ അൽ ഖിയാമിലെ 16-19 ആയത്താണ്. അപ്പോ ഇത് കേട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനക്ക് അറിയിച്ചു കൊടുക്കും. തഫ്സീറിനൊരു രീതിയുണ്ട്. ഖുർആനിലെ ചില ആയത്തുകൾ അതിന്റെ വിശദീകരണം ഖുർആൻ കൊണ്ട് തന്നെ വിശദീകരിക്കും. ഖുർആനിൽ ഒരു ആയത്തുണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതിന്റെ വിശദീകരണം വേറെ ആയത്തുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ തന്നെ കാണുവാൻ സാധിക്കും. ചില ആയത്തുകൾ, ചില നിയമങ്ങൾ വളരെ കുറച്ച് മാത്രം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിന്റെ വിശദീകരണം വേറെ സൂറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ വേറെ ആയത്ത് കൊണ്ട് വിശദീകരിക്കും. ഖുർആന്റെ രീതിയാണ്. മറ്റൊരു രീതി, ആയത്ത് ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ വിശദീകരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ വിശദീകരിക്കും. ഉദാഹരണത്തിന് ഈ തൗബയിൽ ആയത്ത്, സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം, സക്കാത്ത് ആർക്കൊക്കെ കൊടുക്കണം, 8 വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ 8 വിഭാഗത്തിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അതിന് വിശദീകരണം എവിടെയാണത്? പ്രവാചകന്റെ ഹദീസിലാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, നിർബന്ധമായ ഒരു ബാധ്യതയാണെന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. പക്ഷേ നമസ്കാരത്തിന്റെ കൈഫിയത്ത്, അതിന്റെ തഫ്സീർ അതെങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയാണ് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ കർമ്മങ്ങളൊക്കെ അങ്ങനത്തെ, നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തും ഹജ്ജും അതെല്ലാം അതിന്റെ ഒരു സംക്ഷിപ്തമായ ചെറിയ രൂപം മാത്രമേ ഖുർആനിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ വിശദീകരണം ചില വിഷയത്തിന്റെ വിശദീകരണം ഖുർആനിൽ തന്നെ ഉണ്ടാകും, ചിലതിന്റെയോ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഖുർആനിലെ ആയത്തുകളും അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും അതിന്റെ ഗഹനമായ കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അത്
തഫ്സീർ പഠനത്തിലൂടെ മാത്രമേ നമുക്കത് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞുവല്ലോ, ഈ അറബി ഭാഷ അറിയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. രണ്ടുദാഹരണം: ഫീഹ ഐനുൻ ജാരിയ, ഖുർആനിലെ ആയത്താണ്. ഫീഹ, അതിലുണ്ട്, അല്ലെങ്കിൽ അവിടെയുണ്ട്. ഐനുൻ ജാരിയ, ഒഴുകുന്ന ഐനുണ്ട്. ഈ ഐനിന് പല അർത്ഥങ്ങളുണ്ട്. ഐനിന് കണ്ണ് എന്നർത്ഥമുണ്ട്. ഐനിന് ചാരൻ, സ്പൈ വർക്ക് ചെയ്യുന്ന ആള് എന്നർത്ഥമുണ്ട്. ഐനിന് അരുവി, നദി എന്നർത്ഥമുണ്ട്. അപ്പൊ ഒരാള് അറബി ഭാഷ അറിയുന്ന ആൾക്ക് ഇതിന്റെ അർത്ഥം അറിയാം. ഐനുൻ, അതിന്റെ അർത്ഥം എന്താ? കണ്ണാണ്, അരുവിയാണ്, നദിയാണ്. അപ്പൊ അവിടെ എന്ത് അർത്ഥമാണ് കൊടുക്കേണ്ടത്? ഫീഹ ഐനുൻ ജാരിയ, ഫീഹ, അവിടെ, അതായത് സ്വർഗത്തിലുണ്ട് എന്തുണ്ട്? കണ്ണുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുണ്ട്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാരന്മാരുണ്ട്. ഐനുൻ എന്ന അർത്ഥത്തിന് ഇത് മൂന്നും നമുക്ക് വെക്കാൻ പറ്റും, അർത്ഥം അറിയുന്ന. പക്ഷെ ആ ഐനുൻ എന്നുള്ളത് ഒരു വിശദീകരണം ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? അള്ളാഹുവിന്റെ ദീനാണ്. അപ്പോ കേവലം അർത്ഥം മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് ഒരാൾക്കും ഈ ഖുർആന്റെ തഫ്സീർ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. രണ്ടാമത്തെ ഉദാഹരണം സൂറത്തുൽ ദുഹ, ആയത്ത് നമ്പർ 7. അവിടെ എന്താ അള്ളാഹ് പറയുന്നത്? വവജദക ളാല്ലൻ ഫഹദ. വവജദക, അവൻ നിന്നെ കണ്ടു, ളാല്ലൻ, ളാല്ലായിട്ട്, ഫഹദ, എന്നിട്ട് നിനക്കവൻ മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ നിന്നെ അവൻ ളാല്ലായി കണ്ടു, വഴികേട്, വഴി അറിയാത്തവനായി നിന്നെ കാണുകയും നിനക്ക് അവൻ എന്താക്കി? മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു. ആ ആയത്തില് ളാല് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? വഴി അറിയാത്ത, അല്ലെങ്കിൽ തെറ്റിയ, പരിഭ്രമിച്ച എന്നൊക്കെ അർത്ഥം. പക്ഷെ നമ്മൾ വേറെ അർത്ഥം പഠിച്ചിട്ടുണ്ടല്ലോ സൂറത്തുൽ ഫാത്തിഹയില്, വൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. വൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിന്റെ കോപം, ശാപകോപങ്ങൾക്ക് വിധേയരായ ആൾക്കാരുടെ കൂട്ടത്തിലല്ല. വലദ്ദാല്ലീൻ, വഴി പിഴച്ചവരുടെയും കൂട്ടത്തിലല്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയില് ളാൽ എന്ന വാക്കിനർത്ഥം വഴി പിഴച്ച എന്നാണ്. അപ്പൊ അതേ വാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. വവജദക, അവൻ നിന്നെ കണ്ടു, അതായത് അള്ളാഹു നിന്നെ കണ്ടു, ളാലൻ, വഴി പിഴച്ചവനായി എന്ന് പറയാൻ പറ്റുമോ നമുക്കിവിടെ അർത്ഥം? കാരണം ലാലിന് ആ അർത്ഥം അവിടെയുണ്ട്, പക്ഷെ ഇവിടെ അർത്ഥം കൊടുക്കാൻ പറ്റും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പിഴച്ചവനായിരുന്നോ? നമ്മൾ ആലോചിച്ച് നോക്ക്. അല്ലല്ലോ. മക്കാ മുശ്രിക്കുകള് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്ന പേരെന്താ? അൽ അമീൻ എന്നാണ്. വിശ്വസ്തനാണ്, സത്യം പറയുന്നവനാണ്, കുടുംബബന്ധം ചേർക്കുന്നവനാണ്, കളവ് പറയാത്തവനാണ്. അവിടെ ഉണ്ടായിരുന്ന ഉത്സവങ്ങളിലും ഷിർക്കിലും അള്ളാഹുവിനല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പെട്ടിരുന്നില്ല. അപ്പൊ നല്ലൊരു വഴിയിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ്. ആ പ്രവാചകനെ പറ്റി ഒരിക്കലും ഖുർആനില് ഈ ലാല്, വഴി പിഴച്ചവൻ എന്ന വാക്ക് വരുന്നില്ലല്ലോ. അപ്പോ ലാൽ എന്ന വാക്കിന് ഒരാൾക്ക് അർത്ഥം അറിയാം, വഴി പിഴച്ചവൻ. ഇവിടെ നമുക്ക് അങ്ങനെ അർത്ഥം പറയാൻ പറ്റുമോ? പ്രവാചകൻ വഴി പിഴച്ചവനായിരുന്നു എന്നിട്ട് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്നു എന്ന് പറയാൻ പറ്റും? പറ്റില്ല. മറിച്ച് ഇവിടെ ലാല് എന്ന വാക്കിനർത്ഥം എന്താണത്? ഇവിടെ നേർമാർഗവും സന്മാർഗവും ഏതാണെന്ന് വ്യക്തമായി അറിയാത്ത ഒരു ജീവിതമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനിക്ക് ഉണ്ടായിരുന്നത്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നില്ല. മാത്രമല്ല സ്വന്തം കുടുംബത്തിൽ പോലും വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. വേദഗ്രന്ഥങ്ങൾ വഴിയോ അല്ലാതെയോ സന്മാർഗം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അവസരം ലഭിക്കാതിരുന്ന, എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു മാർഗത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ. ആ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ ളാല് എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് സൂറ അൻകബൂത്തിലെ 48-ാമത്തെ ആയത്തില്, വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദൻ ലർതാബൽ മുബ്തലൂൻ. നീ ആരായിരുന്നു പ്രവാചക? യാതൊരു ഗ്രന്ഥവും ഇതിനു മുമ്പ് നീ പാരായണം ചെയ്തിട്ടില്ല. പ്രവാചകൻ എവിടെയും മദ്രസയിൽ പോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. മാത്രമല്ല നിന്റെ വലത് കൈ കൊണ്ട് അത് എഴുതുകയും ചെയ്തിരുന്നില്ല. പ്രവാചകനക്ക് എഴുതാനും അറിയാമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, പ്രവാചകൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ
വേദഗ്രന്ഥം എഴുതുന്ന ആളായിരുന്നുവെങ്കിൽ, എഴുത്തുമാനെയും അറിയുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഇതൻ ലർത്താബൽ മുബ്തിലൂൻ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ വ്യർത്ഥകാരികൾക്ക് സന്ദേഹപ്പെടാമായിരുന്നു. അൻകബൂത്തിലെ 48 ആയത്താണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തുവാനെയും അറിയാമായിരുന്നില്ല എന്ന നിലക്കാണ് അവിടെ യഥാർത്ഥത്തില് ലാല് എന്ന വാക്ക് വന്നത്. അപ്പൊ ഒരാളവിടെ ലാലിന് വഴി കേടിലായവൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അർത്ഥം അറിയാം, പക്ഷെ അതിന്റെ തഫ്സീർ എങ്ങനെയാണ്? തഫ്സീർ ഈ രൂപത്തിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചേർത്തി വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠനം അത് ഒരു നിർബന്ധമായ നമ്മളൊരു ബാധ്യതയായിട്ടായിരിക്കണം ഖുർആൻ പഠിക്കുന്ന ആളുകൾ അതിനെ സ്വീകരിക്കേണ്ടത്. പിന്നെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട രീതിശാസ്ത്രം, വിശുദ്ധ ഖുർആനിനെ എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. നമ്മൾ പറഞ്ഞു അത് ഖുർആനിൽ ചില ആയത്തുണ്ടാവും, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ തഫ്സീർ വേറെ ചില ആയത്തുകളിൽ ചില സൂറത്തിൽ കാണുവാൻ സാധിക്കും. അതായത് ഖുർആനിന്റെ പ്രഥമ തഫ്സീർ അത് ഖുർആൻ തന്നെയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല ഖുർആനിലെ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ചില സംഭവങ്ങൾ ഖുർആനില് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവും. മറ്റു സ്ഥലങ്ങളിലോ ആ ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ അതിന് തഫ്സീർ കൂടുതൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവ രണ്ടും സംയോജിപ്പിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ ഗ്രന്ഥം പഠിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഖുർആന്റെ തഫ്സീറിന്റെ ഒരു ഭാഗം അങ്ങനെയാണ്, ഖുർആനിലെ ആയത്തുകളെ ഖുർആൻ തന്നെ തഫ്സീർ ചെയ്യും. ഖുർആന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു, അത് സുന്നത്താണ്. ചില കാര്യങ്ങൾ ഖുർആനിൽ നിയമങ്ങൾ പറയും, ഈ നമസ്കാരം പോലെ സക്കാത്ത് പോലെ, പക്ഷെ തഫ്സീർ ഉണ്ടാവില്ല. ഒരു ആയത്തിന്റെ ആശയം മനസ്സിലാക്കാൻ ഖുർആനിൽ നിന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ആശ്രയിക്കേണ്ടത് എവിടെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനാണ്. കാരണം ഖുർആൻ വിവരിച്ചു കൊടുക്കാനുള്ള ചുമതല അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ പ്രവാചകനെയാണ്. സൂറത്തുൽ നഹ്ലിലെ 44-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. വീണ്ടും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടരുകയാണ്, നീ അന്വേഷിക്കുന്ന ആയത്തിന്റെ വ്യാഖ്യാനം, നമ്മളൊരു ആയത്ത് നോക്കി അതിന്റെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം, ആയത്തിന്റെ വ്യാഖ്യാനം ഖുർആനും സുന്നത്തിലും കാണുന്നില്ല എങ്കിൽ, ഖുർആനിൽ അതിന്റെ തഫ്സീറില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലും കാണുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എവിടെ നോക്കേണ്ടത്? അതിന്റെ തഫ്സീർ സ്വഹാബിമാരുടെ വാക്കുകളിലേക്കാണ് തിരിയേണ്ടത്. കാരണം അവർ ഖുർആൻ അവതരിച്ച കാലത്ത് ജീവിച്ച ആൾക്കാരാണ്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സ്വഹാബിമാരായതുകൊണ്ട് അത് പ്രവാചകൻ അവർക്ക് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഹദീസിൽ ചിലപ്പോൾ കാണാൻ സാധിച്ചുള്ളതില്ല. അപ്പൊ ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ പിന്നെ തഫ്സീർ ആയിട്ട് അവലംബിക്കേണ്ടത് പ്രവാചകന്റെ കാലത്ത് ജീവിച്ച സ്വഹാബിമാരിലേക്കായിരിക്കണം. അത് പഠന വിധേയമാക്കിയവരാണ് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന സ്വഹാബിമാർ. ഇനി തിരുമുഖത്ത് നിന്ന് ഖുർആൻ കൂടുതലായി മനസ്സിലാക്കിയവരും പഠിച്ചവരുമാരാണ്? അത് നമ്മളെ കാലത്ത് ജീവിച്ച ആൾക്കാരല്ലല്ലോ. അപ്പൊ സ്വഹാബിമാരാണ് ഇത് കൂടുതലായിട്ട് പഠിച്ച് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് അവരിലെ ഉന്നതരും പണ്ഡിതരുമായ 4 ഖുലഫാ റാഷിദീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ പ്രമുഖരായ 4 ഖുലഫാ റാഷിദുകൾ. ഒപ്പം സ്വഹാബികളിലെ പ്രസിദ്ധരായ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാത ശാസ്ത്രത്തില് പ്രമുഖരായ 10 മുഫസ്സിരീങ്ങൾ. ആരൊക്കെയാണത്? ഈ പറയപ്പെട്ട 4 ആളുകൾ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, 2 ഉമർ റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 അലി, ഒപ്പം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരായ ആളുകൾ തഫ്സീറിന്റെ വിഷയത്തിൽ അഗ്രഗണ്യരായ ആളുകളാണ് എന്ന് നമുക്ക് ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. അത് പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആശയം, അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടിയാണ്. പരലോകത്ത് വിജയിക്കണം,
നമുക്ക് ഇഹലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ നമ്മൾ അവലംബിക്കേണ്ടത്, നമ്മൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് അത് വിശുദ്ധ ഖുർആനിനെയാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ പഠനം എന്ന് പറയുന്നത് എന്തല്ല, കേവലം പാരായണം മാത്രമല്ല, അതിന്റെ അർത്ഥം മാത്രം പഠിച്ചു പോക്കല്ല, മറിച്ച് അതിന്റെ ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം, അതിന്റെ ആശയം അതെന്താണെന്ന് വ്യക്തമായി വളരെ വലിയ ഒരു വിശാലമായ രീതിയിൽ പഠന വിധേയമാക്കണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്നചുരുക്കം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നമ്മള് 4-ാം തീയതി, ഈ വരുന്ന 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി ഒരു പുതിയ സൂറത്ത് ആൽ ഇമ്രാൻ നമ്മളത് അതിന്റെ തഫ്സീറിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അന്നെടുക്കുന്ന ആയത്തിന്റെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നിത്യാദി വളരെ വിശാലമായ രീതിയിലുള്ള ഒരു പഠന സംരംഭമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. പരമാവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ചേരണമെന്ന് ആവശ്യപ്പെടുകയും ഖുർആൻ പഠനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സജീവമായ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന, അതിന്റെ തഫ്സീർ മനസ്സിലാക്കുന്ന, ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ, വിശ്വാസികളിൽ നമ്മെ ഏവരെയും റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ ധാരാളക്കണക്കിന് ഖൈറ്, ബർക്കത്ത് അതൊക്കെ നേടാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.